എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ നിയമപരമായ കാര്യങ്ങളാണല്ലോ, അവകാശങ്ങളെക്കുറിച്ചാണല്ലോ സംസാരിച്ചു വരുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിൽ, അത് വില്ലേജ് ഓഫീസ് ആകട്ടെ, പഞ്ചായത്ത് ഓഫീസ് ആകട്ടെ, അല്ലെങ്കിൽ താലൂക്ക് ഓഫീസ് ആകട്ടെ, ഒരു അപേക്ഷ അവിടെ നൽകിയിട്ട് ഉദ്യോഗസ്ഥൻ പറയുന്നു ശരി നോക്കട്ടെ എന്ന് പറഞ്ഞ് അത് മാറ്റിവെക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു രസീത് ചോദിക്കുമ്പോൾ പിന്നെ വരൂ, ഇവിടെ രസീതൊന്നും അങ്ങനെ കൊടുക്കുന്ന പതിവില്ലെന്ന് മറുപടി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സർക്കാർ ഓഫീസിൽ അപേക്ഷ നൽകിയാൽ അക്നോളജ്മെന്റ് രസീത് കൈപ്പറ്റുക എന്നത് നിങ്ങളുടെ നിയമപരമായ അവകാശമാണ്. ഞാനൊരു ചെറിയ സംഭവം പറയാം. നമ്മുടെ രമേശ് ചേട്ടൻ തൻ്റെ സ്ഥലത്തിൻ്റെ സർട്ടിഫിക്കറ്റിനായി പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ നൽകി. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കാര്യം നടന്നില്ല. അന്വേഷിക്കാൻ ചെന്നപ്പോൾ ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നു, നിങ്ങൾ എപ്പോഴാണ് അപേക്ഷ തന്നത്? ഇവിടെ അങ്ങനെ ഒരു ഫയൽ കാണുന്നില്ലല്ലോ. അദ്ദേഹം ആകപ്പാടെ തപ്പി നോക്കുകയാണ്, ഒന്നും കാണുന്നില്ല. എവിടെ, ആര് തന്നു? നിങ്ങളാണോ തന്നത്? അത് വേറെ വല്ലവരുടെ കൊടുത്തു വിട്ടതാണോ? എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിട്ടില്ലേ? രമേശൻ ചേട്ടൻ്റെ കയ്യിൽ അപേക്ഷ കൊടുത്തതിന് യാതൊരു തെളിവുമില്ലായിരുന്നു. അതിന് കാരണം എന്താണെന്നറിയാമോ? അപേക്ഷ നൽകിയ സമയത്ത് ഒരു രസീത് ചോദിച്ചു വാങ്ങാൻ രമേശ് ചേട്ടൻ മറന്നുപോയി. അക്നോളജ്മെന്റ് ചോദിച്ചു വാങ്ങിയില്ല. പക്ഷേ കേരളത്തിൽ നിലവിലുള്ള സേവന അവകാശ നിയമം, കേരള റൈറ്റ് ടു സർവീസ് ആക്ട് പ്രകാരം ഇത് പൂർണ്ണമായും തെറ്റായ ഒരു നടപടിയാണ്. കേരളത്തിലെ ഏതൊരു പൊതുജനത്തിനും അറിയേണ്ട 3 പ്രധാന കാര്യങ്ങൾ പറയാം. 1. രസീത് നൽകൽ എന്നത് നിർബന്ധമാണ്. നിങ്ങൾ നേരിട്ടോ തപാൽ മാർഗമോ ഒരു അപേക്ഷ സമർപ്പിച്ചാൽ അത് സ്വീകരിച്ച തീയതി, സമയം, അപേക്ഷാ നമ്പർ എന്നിവ അടങ്ങിയ രസീത് തീർത്തും സൗജന്യമായി നൽകാൻ ആ ഉദ്യോഗസ്ഥൻ ബാധ്യസ്ഥനാണ്. രസീതിൽ സാധാരണയായി നിങ്ങളുടെ അപേക്ഷയിന്മേൽ എത്ര ദിവസം തീർപ്പുണ്ടാകും, ഉദാഹരണത്തിന് 7 ദിവസം അല്ലെങ്കിൽ 15 ദിവസം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഈ സമയപരിധിക്കുള്ളിൽ സേവനം ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മേലധികാരിക്ക് പരാതി നൽകാം. ഇന്ന് ഭൂരിഭാഗം അപേക്ഷകളും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഈ ഡിസ്ട്രിക്ട് സുതാര്യ പോർട്ടലുകൾ വഴിയോ ആണ് നമ്മൾ നൽകേണ്ടത്. ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ ലഭിക്കുന്ന ആപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ അടങ്ങിയ സിസ്റ്റം ജനറേറ്റഡ് രസീത് ഡൗൺലോഡ് ചെയ്ത് തീർച്ചയായും നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. ഓർക്കുക, രസീത് കൈപ്പറ്റുന്നത് വഴി നിങ്ങളുടെ അപേക്ഷ കാണാതെ പോകാനോ ആ അപേക്ഷയിന്മേൽ തീർപ്പ് കൽപ്പിക്കേണ്ട തീയതി വൈകിക്കാനോ ഉദ്യോഗസ്ഥർക്ക് ഒരിക്കലും സാധിക്കില്ല. രസീത് നിഷേധിച്ചാൽ നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? അതായത് നിങ്ങൾ എവിടെയെങ്കിലും ചെന്നൊരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, നിങ്ങൾക്കൊരു അക്നോളജ്മെന്റ് രസീത് നൽകുന്നില്ല, അങ്ങനെ ഒരു നിഷേധം ഉണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി ഏതെങ്കിലും ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് രസീത് നൽകാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുക. അസിസ്റ്റന്റ് ഡെസിഗ്നേറ്റഡ് ഓഫീസറെയോ ഓഫീസ് മേധാവിയെയോ കണ്ട് സേവന അവകാശ നിയമപ്രകാരം എനിക്ക് എൻ്റെ രസീത് വേണമെന്ന് ആവശ്യപ്പെടുക. തപാൽ വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് വിത്ത് അക്നോളജ്മെന്റ് ഡ്യൂ ആയി അയക്കുക. ആ പോസ്റ്റൽ കാർഡ് തന്നെ നിയമപരമായ ഒരു തെളിവാണ്. നിങ്ങൾക്ക് തരേണ്ട രസീത് മനഃപൂർവ്വം നിഷേധിക്കുന്നത് സേവനാവകാശ നിയമപ്രകാരം തീർത്തും കുറ്റകരമാണ്. നമ്മുടെ അവകാശങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നതാണ് പ്രധാനം. ഇനി ഒരു സർക്കാർ ഓഫീസിൽ പോകുമ്പോഴും അപേക്ഷ നൽകിയ ശേഷം രസീത് ചോദിച്ചു വാങ്ങാൻ നിങ്ങൾ ഒരിക്കലും മടിക്കരുത്. അത് നിങ്ങളുടെ അവകാശമാണ്. അപ്പോൾ ഈ ഒരു അവകാശത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് ഓരോ പൗരനും പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു പ്രധാന നിയമപരമായ അവകാശവുമായി നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.